സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തൃശൂർ. കലാമാമാങ്കം പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വിദ്യാർത്ഥികളുടെ സംഘം സജീവമാണ്. കലോത്സവത്തിന് എത്തിയ ആദ്യ സംഘത്തിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. അങ്ങനെ കലോത്സവ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ടീം 24 ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സുർജിത്ത്, ഈ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് കലാമാമാങ്കത്തിന് തിരി തെളിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ പ്രൗഢിയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് സ്വർണ്ണക്കപ്പ് എത്തിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കപ്പ് നേരെ പോകുന്നത് CMS സ്കൂളിലേക്കാണ്. അവിടെ നിന്നും വിപുലമായ യാത്രയാണ്. വലിയ രീതിയിലുള്ള കുട്ടികളുടെ അടക്കം പങ്കാളിത്തോടുള്ള വിപുലമായ യാത്ര. അത് നേരെ സ്വരാജ് റൗണ്ട് ചുറ്റി നേരെ ഒന്നാം വേദിയിലേക്ക് കടക്കും. ആ വിധത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. ഈ ഒരു ജീപ്പിനകത്ത് തുറന്ന ജീപ്പിനകത്ത് അത് നേരെ കൂടിനകത്തേക്ക് ആക്കുന്ന നിലയിലേക്കാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ബോക്സിലാണ് ഇപ്പോൾ സ്വർണ്ണക്കപ്പ് 117.5 ഗ്രാം പവൻ വരുന്ന സ്വർണ്ണക്കപ്പാണിത്. സ്വാഭാവികമായ ആ സ്വർണ്ണക്കപ്പ് നേരെ ഈ കൂടിനകത്തേക്ക് ആക്കും. അതിനുശേഷം ഇവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രിമാരുടെ അകമ്പടിയോടെയാകും ഈ ഘോഷയാത്ര ആരംഭിക്കുക. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? നല്ല രീതിയിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് CMSലേക്ക് പോവുകയും CMS നിന്ന് വിളംബര ജാഥയായിട്ടാണ് മന്ത്രിമാരെല്ലാവരും ഉണ്ട്. എല്ലാം സെറ്റാണ്. നല്ലൊരു ഘോഷയാത്രയോട് കൂടി നമ്മൾ ഒന്നാമത്തെ വേദിയിൽ അവസാനിക്കും. തീർച്ചയായും. ആ കാരണം എന്ന് വെച്ചാൽ കളറാക്കും. 117.5 പവന്റെ സ്വർണം കൊണ്ട് അണിയിച്ചാണ് നമ്മുടെ ട്രോഫി ഉള്ളത്. അപ്പൊ എന്തായാലും അത് കാണാൻ ഒരുപാട് ആളുകൾ എത്തുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. മൊത്തം വട്ടം കൂടിയാണ്. ഗംഭീരമായിട്ട് ഫുൾ ആവേശത്തിലാണ്. പറയാൻ വാക്കുകളിൽ അത്ര ഒരുക്കങ്ങളാണ്. വലിയ ആവേശത്തിലാണ്. എന്തായാലും ഇവരൊക്കെ വലിയ ആവശ്യത്തിലാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇദ്ദേഹം. എന്തായാലും ആ വിപുലമായ ഒരുക്കങ്ങൾ മന്ത്രിമാർ എത്തിക്കഴിഞ്ഞു. മന്ത്രിമാരുടെ നിരയെ നമുക്ക് കാണാൻ കഴിയും. അവരെത്തിയ ശേഷം നേരെ ഇപ്പോൾ K രാജന്റെ വാഹനമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് മന്ത്രി K രാജനെ തന്നെ നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തൃശ്ശൂരിന്റെ മന്ത്രിയാണ്. തൃശ്ശൂരിന്റെ മന്ത്രി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരുക്കങ്ങളിലേക്ക്, ക്രമീകരണങ്ങളിലേക്ക്, അതിന്റെ അവസാന വട്ട ഒരുക്കങ്ങളിലേക്ക്, അതായത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി 25 വേദികളിലായി 12,000-ഓളം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന മാമാങ്കത്തിന് തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രി K രാജൻ തന്നെ നമ്മളൊപ്പം ചേരുന്നു. ഉഷാറാണ് കാര്യങ്ങൾ? അടിപൊളിയാണ്. ഗംഭീരമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള കുട്ടികൾ എത്തിച്ചേർന്നു. അവർക്കുള്ള സ്വീകരണം നൽകി. ഞങ്ങളിപ്പോൾ അടുക്കളയിലെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു വരികയാണ്. നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ സുർജിത്തിന് അറിയാവുന്നതുപോലെ തൃശ്ശൂരിലെ പാണ്ടിമേളം അങ്ങ് തിമർത്ത് അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. 2 ദേവസ്വങ്ങളുടെയും പ്രമാണിമാർ നേരിട്ടിടപെടുന്ന ഒരു പാണ്ടിമേളം. അലഞ്ഞിത്തറ മേളത്തിന് പാണ്ടി, അതുപോലെ തന്നെ കൊട്ടി, കുടമാറ്റത്തിന്റെ 64 കുടകൾ കൂടി വരുന്ന അതിമനോഹരമായിട്ടുള്ള പാണ്ടിമേളത്തോടുകൂടി ആരംഭിക്കും. ഞാൻ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരോടും പറയട്ടെ, എത്ര പേർ വന്നാലും അവരെ സ്വീകരിക്കാൻ, അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ കൊടുക്കാൻ തൃശ്ശൂർ തയ്യാറാണ്. സംഘാടക സമിതി തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ആ യഥാർത്ഥ സ്വർണ്ണക്കപ്പ് കാരണം നേരത്തെ മാതൃകയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ആ യഥാർത്ഥ സ്വർണ്ണക്കപ്പ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ വൈവിധ്യമാർന്ന രീതിയിൽ തന്നെ ഈ കലോത്സവത്തിന്റെ സംഘാടനം വളരെ കരുത്തുറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇത്തവണ അത് ഏറ്റുവാങ്ങുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു. മന്ത്രി V ശിവൻകുട്ടിയും മന്ത്രി K രാജനും ഒപ്പം തന്നെ സനീഷ് കുമാർ ജോസഫ് MLAയും നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇവർ 3 പേരും ചേർന്ന് സ്വീകരിക്കുന്നു. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവർ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ തൃശ്ശൂർ ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും പൂരമായാലും പുലിക്കളിയായാലും എത്ര ആവേശമുണ്ടോ അതേ ആവേശത്തിൽ തന്നെ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകർ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഏറ്റുവാങ്ങിയിരിക്കുന്നു സ്വർണ്ണക്കപ്പ്. ഇനി നേരെ CMS കോളേജ് സ്കൂൾ പരിസരത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോയ ശേഷം അവിടെ നിന്നും നേരെ സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് നേരെ ഈ ഒന്നാം വേദിയിലേക്ക് എത്തിച്ചേരും. ആ കാഴ്ചയിലേക്ക്, ആ വൈവിധ്യത്തിലേക്ക്, വൈവിധ്യമാർന്ന നിറമാർന്ന കാഴ്ചയിലേക്ക് എല്ലാവരും പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ വാഹന വ്യൂഹം യാത്ര തിരിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ ആവേശത്തോടു കൂടി തന്നെ
ഈ മേള സംഘടിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാവർക്കും ഇവിടുത്തെ ഭരണ നേതൃത്വം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, എല്ലാ ഘട്ടത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? നമ്മൾ ഒരുക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ തിരികൊടുത്തിയാൽ മാത്രം മതി. കൂട്ടുവരയിലൊക്കെ പോയി എല്ലാ സ്ഥലത്തും പോയി പരീക്ഷ സാധ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തുന്നതോടുകൂടി നമ്മുടെ ഉദ്ഘാടനം കഴിയും. അത് കഴിഞ്ഞ് 25 വേദികളിലും മത്സരം ആരംഭിക്കും. ഏതാണ്ട് കുട്ടികളെല്ലാം 10ഓളം വരുന്ന കുട്ടികൾ വന്നിറങ്ങിക്കഴിഞ്ഞു. രാത്രിയോടുകൂടി എല്ലാ കുട്ടികളും വന്നിറങ്ങും. ഭക്ഷണപ്പുര റെഡിയായി, അക്കോമഡേഷൻ റെഡിയായി, ജഡ്ജസ് റെഡിയായി. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കും. തൃശ്ശൂരിന്റെ സംഘാടനം മികവാണ്, എല്ലാ കാലത്തും ഏറ്റവും വലിയ മികവാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നടത്തിയതിനേക്കാൾ ഒരുപടി മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കൊരു ടീം വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാറ്റിലും. മന്ത്രി രാജനും മേയറും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അവരോട് ഇത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും മിനിസ്റ്റർ പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ്. തൃശ്ശൂരിന്റെ സംഘാടനം എക്കാലത്തും മികവുറ്റതാണ്. ആ സംഘാടനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ശരി സുർജിത്ത്, ഏതായാലും ഇപ്പോൾ സ്വർണ്ണക്കപ്പ് അവിടെ എത്തിച്ചിട്ടുണ്ട്. നഗരം ചുറ്റും അതിനുശേഷമായിരിക്കും പ്രധാന വേദിയിലേക്ക് എത്തിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.